എന്താ കാര്യം ചേട്ടാ? അർജന്റായിട്ട് വരാൻ പറഞ്ഞല്ലോ. എടാ, ഇനി എനിക്ക് ഒളിച്ച് ജീവിക്കാൻ പറ്റില്ലടാ. ഞാൻ സൂയിസൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക. എൻ്റെ പിസ്റ്റൾ എടുത്തോണ്ട് വേടാ, ഞാൻ ഷൂട്ട് ചെയ്യട്ടെ. ചേട്ടാ, കാര്യം എന്താന്ന് വെച്ചാ പറ. എടാ, കൊച്ചിയിലെ ഡോണായ പിസ്താൻ എന്ന ഞാൻ ഇന്നലെ ഇറങ്ങിയ പീക്കിരി പിള്ളേരുടെ വിറപ്പിക്കൽ കേട്ടിട്ട് എന്തിനാ ഇങ്ങനെ പാത്തിരിക്കുന്നേ? ഇപ്പൊ ഞാനിങ്ങനെ ഭയന്ന് ജീവിക്കുന്നത് എനിക്ക് അപമാനമാടാ, അപമാനം, അപമാനം. ഇതിനെല്ലാം കാരണം ആ സൈലന്റ് സിദ്ധാർത്ഥാണ്. അവനെ തീർത്ത് കെട്ടാനായിട്ട് ഒരു നല്ല സ്കെച്ച് തയ്യാറാക്കണം. ഏത് സ്പോട്ടിൽ വെച്ച്? കുട്ടികൾക്ക് ഉത്സവത്തിന് വേണ്ടി വസ്ത്രം എടുക്കാൻ വേണ്ടിയിട്ട് നാളെ നമ്മുടെ ഏരിയയിലുള്ള ഷോപ്പിംഗ് മോളിലോട്ട് അവൻ നാളെ വരുന്നുണ്ട്. എടാ, അവൻ വരുവോടാ? ഈ സമയത്തിനകം വരേണ്ടതാണല്ലോ. തീർച്ചയായും വരും ചേട്ടാ. വരൂല്ലോ അല്ലേ? ചേട്ടാ, അങ്ങോട്ട് നോക്കിയേ. അതല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ വരുന്നു. ടി നഗറിലുള്ള പ്ലാറ്റ്ഫോറത്തിൽ നിന്ന് നമ്മൾ വസ്ത്രങ്ങൾ എടുത്തിരുന്നെങ്കിൽ നല്ല ചീപ്പായിട്ട് നല്ല ബെസ്റ്റ് സാധനം കിട്ടുമായിരുന്നു. ഇവിടുന്ന് തുണി വാങ്ങുന്നത് വേസ്റ്റാ. വാ ചേട്ടാ, പോവാം. അവിടെ മാത്രം ബ്രോഡ്വേ മാർക്കറ്റിൽ പോയി ഇതിൽ ചീപ്പായിട്ട് എറണാകുളം മാർക്കറ്റിൽ പോയാൽ ഇതിന് ചീപ്പായിട്ട് കിട്ടും. എവിടെ നോക്കടാ, നിങ്ങളൊന്നും ചീപ്പായിട്ട് ചിന്തിക്കല്ലേ. ഇപ്പൊ ഞാൻ പറയുന്നത് മര്യാദക്ക് കേക്ക്. ഇപ്പൊ നീ പോയിട്ടേ ഷോപ്പിങ്ങിന് നോക്കേ. അപ്പോ ചേട്ടനോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എവിടെ നിൽക്കാനോ? ഹലോ, മോനെ എന്തിനാ മോനെ കരയുന്നേ? ചേട്ടാ, ഓടിക്കോ, ഓടിക്കോ. ചേട്ടാ, അവനങ്ങനെ വിടുന്ന ആളല്ല കേട്ടോ. ഓടിക്കോ. ചേട്ടാ, എസ്കേപ്പ് ആവാൻ നോക്ക. അവന്റെ കൈ കിട്ടിയാ പോക്കാം. ചേട്ടാ, ചേട്ടാ, അതെ ഈ വഴിക്ക്. എടാ, കുറച്ചുപേരെ അങ്ങോട്ട് പോകും, കുറച്ചുപേർ ഇങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകും. അയ്യോ അമ്മേ, ഹേ മിസ്റ്റർ, ഒന്ന് നിന്നേ പ്ലീസ്. അയ്യോ, എന്തു പറ്റി മുത്തശ്ശി? മോളെ ഒന്ന് പിടിച്ച്. ഇവിടെ നോക്കി, വയസ്സായവരെ ഇങ്ങനെ തള്ളിയിട്ടിട്ട് ഓടിപ്പോവാൻ നോക്കുവാണല്ലേ നിങ്ങള്. നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ? ഞാൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ദേഷ്യം വരിക. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് എങ്ങനെ തന്നെയാണോ പെരുമാറുന്നത്? സോറി പറയേ. മുത്തശ്ശിയുടെ അടുത്ത് ഇപ്പൊ തന്നെ സോറി പറയാൻ. ഹലോ, ഞാൻ നിങ്ങളോട് തന്നെ പറയുന്നേ. നിങ്ങൾക്ക് എന്താ ചെവി കേട്ടൂടെ? സോറി പറയാൻ. സോറി മുത്തശ്ശി, ഞാൻ കണ്ടില്ല. സോറി സോറി. ചേട്ടാ, എന്തു പറ്റിയേട്ടാ? ചേട്ടാ, എന്തു പറ്റി ചേട്ടാ? അവനെ ആ സെല്ലിലേക്ക് ഇട്ടേക്ക്. ഗുഡ് മോർണിംഗ് സർ. സർ,
ഈ റൗഡിയെ പിടിക്കാൻ വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് അലഞ്ഞതല്ലേ? പക്ഷെ സാറിന് ഇവനെ പെട്ടെന്ന് പിടികൂടാൻ പറ്റിയല്ലോ. ഇവരെങ്ങനെ പെട്ടുന്നല്ലേ? ആ സിദ്ധുവിന്റെ കൈ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ ജയിലിൽ കിടക്കുന്നത് നല്ലതാണെന്ന് അവന് തോന്നിക്കാണും. അതുകൊണ്ടാ പിടി തന്നത്. ഇല്ല സാർ, ആ സിദ്ധുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരുന്നെങ്കിൽ ഈ എറണാകുളം ജില്ലയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ആ സിദ്ധുവിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അവൻ ചെയ്ത കുറ്റകൃത്യങ്ങൾക്കൊന്നും നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. ഡാ, എത്ര നേരാടാ വെട്ടിക്കൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് തരാൻ നോക്ക്. എന്റെ ശിഷ്യന്മാർക്കും കൊടുക്കടാ, അവരും കുടിക്കട്ടെ. കൊടുക്ക്. ചൂട് കുറയ്ക്കാൻ വേണ്ടി നീ ഇളനീര് കുടിക്കുകയാണോ? ഈ സിദ്ധുവിന്റെ ടെൻഷൻ മാറണമെങ്കിൽ ഇളനീരല്ല, നിന്റെ വായിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കേണ്ടി വരും. സിദ്ധു സിദ്ധു, എന്നെ ഒന്നും ചെയ്യല്ലേ, വിട്ടേക്ക്. നിന്റെ കാല് പിടിക്കാം. ചേട്ടാ, അവൻ വെറുതെ അടവെടുക്കുക. വെറുതെ വിടരുത്. അവനെ വെറുതെ വിടരുത്. വിട്ടേക്കല്ലേ. അയ്യോ ചേട്ടാ. ഹലോ, മറ്റുള്ളവരെ തല്ലുന്നതും അടിക്കുന്നതും തെറ്റല്ലേ? ആ വാള് താഴെ ഇട്ടേക്ക്. ഗുഡ് ബോയ്. ഇനി മുതല് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. എന്നാ സോറി പറയേ. സോറി പറയാൻ. സോറി പറയ്. സോറി. ആരാടാ ഇദ്ദേഹം? ചെറിയ ഓ, ചെറിയേട്ടനാണല്ലേ. ആഹാ, ഇവിടെന്താ ഷൂട്ടിങ്ങാ? ആരതിന്റെ ഹീറോ? ഏയ്, ഒന്ന് പോവാൻ നോക്കണം. സാർ, സീരിയലാ? ഇല്ല, റിയലാ. ആരുടെ ഇവൻ? ഒരു മർഡർ കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. ലവർ മേടിച്ചെന്ന് തുണി നശിപ്പിച്ചിട്ടാ പോയതവൻ. നീ ചെയ്ത സഹായം ഞാൻ ലൈഫിൽ മറക്കില്ല. താങ്ക് യു ഫ്രണ്ട്. എടാ, ചേട്ടൻ നിന്നോട് താങ്ക്സ് പറയുന്ന കേട്ടില്ലേടാ? നീയും അങ്ങോട്ട് താങ്ക്സ് പറയടാ. ഇതുപോലുള്ള ഡ്രസ്സ് നിനക്ക് എത്ര വേണമെങ്കിലും വാങ്ങിത്തരും. ചേട്ടന്റെ പേര് അറിയില്ലേ നിനക്ക്? ചേട്ടൻ്റെ പേര് പറയാതെ അങ്ങനെ അറിയാനാ? സൈലന്റ് സിദ്ധു. എന്തായാലും നമ്മളിപ്പോ ഫ്രണ്ട്സ് ആയല്ലോ, അത് തന്നെ വലിയ കാര്യം. ആ പിന്നെ ഇത് ചേട്ടൻ്റെ കയ്യിലിരിക്കട്ടെ. അങ്ങനെ കുത്തി തുറന്നാൽ ഓപ്പൺ ആവത്തില്ല. എടാ, വാടാ ഇവിടെ, വാടാ. കാറ് കുത്തി തുറക്കാൻ നോക്കുന്നതാ. ഇന്നാക്കി ഇതുകൊണ്ട് ഓപ്പൺ ചെയ്യും. വേണ്ട സാർ, വേണ്ട സാർ. താക്കോലിട്ട് തുറക്കടാ.
വാങ്ങിക്കടാ. ഈ കാറിനെ കുറിച്ച് നിനക്ക് അറിയാൻ മേലത്തോണ്ടാ. നല്ല ഭാഗ്യമുള്ള കാറാ. എല്ലാവരും സൂപ്പറാന്നാ പറയാറ്. ആക്ച്വലി ഈ കാറ് വന്നതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടായത്. നീ ഒരു കാര്യം ചെയ്യ്, ഈ കാർ എടുത്ത് ഒന്ന് ചുറ്റി കറങ്ങിട്ട് വാ. പിന്നെ എന്തൊക്കെ ഭാഗ്യം നിനക്ക് ഉണ്ടാകാൻ പോകുന്നേ. അല്ല അങ്ങനെ പറയാം, എടുത്തോണ്ട് പോ. അയ്യോ നിനക്കെന്താ, എന്ത് പറ്റി നിനക്ക്? നല്ല ചൂടുണ്ടല്ലോ. എന്റെ ദൈവമേ. അതെ സാർ ഞാൻ 3 ദിവസമായിട്ട് ഒന്നും കഴിച്ചില്ല സാർ. ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടിട്ട് എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല സാർ. അയ്യോ, ദയവ് ചെയ്തിട്ട് പാവം. എന്നെ പോലീസിന് പിടിച്ചു കൊടുക്കില്ല സാർ. അല്ലല്ലോ, വാ വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇരിക്ക്. നീ പേടിക്കണ്ടെന്നേ, ഞാനൊരു ഡോക്ടറാ. ഇങ്ങനെയുള്ള രോഗികളെ ട്രീറ്റ് ചെയ്യാന്നുള്ളത് എന്റെ ജോലിയാ. ഒന്ന് കണ്ണു തുറന്നേ. ആഹാ, ഈ കണ്ണ് കാണാൻ വയ്യല്ലോ. ഈ കണ്ണിനാണ് വെള്ളെഴുത്തുണ്ട്. ഇനി വായിന്ന് ആന്ന് പറഞ്ഞേ. വല്ലപ്പോഴും ഒന്ന് പല്ല് കേൾക്കാൻ പാടില്ലടാ. വായിനാറ്റം കൊണ്ട് നിനക്ക് വല്ല അസുഖം പിടിക്കൂടാ. ചേട്ടാ, ആരാ ഇയാള്? എന്തു പറ്റി? അതെ, ഇവന് ചെറിയ പനിയുണ്ടെന്ന് തോന്നുന്നു. ബാഗിനകത്ത് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന നോട്ട് ആ, ഇരിപ്പുണ്ട്. പ്രിസ്ക്രിപ്ഷൻ. ഞാൻ പോട്ടെ സാർ. ഏയ്, അവിടെ നിക്കടാ, ഞാൻ മരുന്ന് എഴുതി തരട്ടെ. ഈ മരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം. ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തിന്നാന്ന് വെച്ചാൽ എന്റെ കാശില്ലല്ലോ. ഒരു മിനിറ്റ് നിൽക്കേ. ഇത് വാങ്ങിക്കും. ഇന്ന് 500 രൂപയുണ്ട്. എന്തെങ്കിലും വയറ് നിറച്ച് കഴിച്ചിട്ട് ബാക്കി മരുന്ന് മേടിക്കും. പിന്നെ ഇതെന്റെ വിസിറ്റിംഗ് കാർഡാ. 3 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കാണാൻ നോക്ക്. സാർ, നിങ്ങൾ മനുഷ്യനല്ല സാർ, നിങ്ങൾ സാക്ഷാൽ ദൈവം. അയ്യോ, കാലൊന്നും പിടിക്കണ്ട. ഒരു കുഴപ്പമില്ല. ഇനി മോഷ്ടിക്കാതെ നോക്കണം കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പിന്നെ എന്ത് ചെയ്യും സാർ? എന്റെ കാവേരിനെ നീ ഒന്ന് ഓർത്താ മതി. കാവേരി ഹോട്ടലിൽ അടച്ചുപോയി സാർ. എടാ പൊട്ട, അതെന്റെ ഹോസ്പിറ്റലാടാ. നീ അങ്ങോട്ട് വന്നാലേ നിനക്ക് ശാപ്പാടും കിട്ടും, മരുന്നും കിട്ടും. നമസ്കാരം സാർ. ഓക്കെ. നമസ്കാരം മാഡം. ചേട്ടാ, അവൻ കള്ളനാണോ? അതേടാ, അവന് ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്തോണ്ട് അവന്റെ കാറ് മോഷ്ടിക്കാൻ വേണ്ടി വന്നതാ. പോലീസിൽ ഇൻഫോം ചെയ്തോടെ? പോലീസിൽ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന് കാശ് കിട്ടോ? വാ, നീ വണ്ടി കയറാൻ നോക്ക്. ചേട്ടാ, യു ആർ ആബ്സല്യൂട്ട്ലി ഗ്രേറ്റ്. താങ്ക് യു.